അവറാൻ സിറ്റി എന്ന മൈക്രോ അണ്ടർവേൾഡിലെ കിരീടമില്ലാത്ത കിങ്ങായ ആന്റണി എന്ന ആന്റണി ആന്ത്രപ്പേർക്ക് ആകസ്മികമായ ഒരു പെൺകുട്ടിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കേണ്ടി വരുന്നു. സംരക്ഷണ ചുമതല എന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ട് വന്ന് കൂടെ താമസിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. ഒരു സംരക്ഷണം. ഫാദർ പോൾ കട്ടക്കയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കെയർ ടേക്കർ, അത്രയേ ഉള്ളൂ. ഇവിടെ ആന്റണി എന്ന ടൈറ്റിൽ റോളിലെത്തുന്നത് ജോജു ജോർജാണ്. ഈ പെൺകുട്ടിയുടെ വേഷം ചെയ്യുന്നത് കല്യാണി പ്രിയദർശൻ. ഫാദർ പോൾ കട്ടക്കയുമായി ചെമ്പൻ വിനോദ്. ജോഷി സംവിധാനം ചെയ്ത ആന്റണി എന്ന സിനിമ. പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ഈ മൈക്രോ അണ്ടർവേൾഡ് എന്നൊക്കെ ഞാൻ പറഞ്ഞ ആ അവറാൻ സിറ്റിയിൽ അത് അത്ര വലിയ അണ്ടർവേൾഡ് ഒന്നും അല്ല കേട്ടോ. ഏതാണ്ട് നമ്മുടെ ഇടുക്കി ജില്ലയിലെ 1-2 പഞ്ചായത്ത് ചേരുന്ന അത്രയും സ്ഥലം. തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ സിനിമയെക്കുറിച്ചാണ് ഇന്ന് സിനിമാ ടാക്കീസ് സംസാരിക്കുന്നത്. സംവിധായകൻ ജോഷി. കാതലുള്ള തടിപ്പുറത്ത് പണിയാൻ അറിയാവുന്ന നല്ല തച്ചനാണ് ജോഷി എന്ന സംവിധായകൻ. കാതൽ ഉണ്ടെങ്കിലും പണി പാളിയ ചുരുക്കം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. ഒരു സിനിമയുടെ വിജയത്തിന് പിന്നിൽ നിരവധി ഘടകങ്ങളുണ്ട്. പെട്ടെന്നൊരു കാറ്റും കോളും വന്ന് മൂടിക്കെട്ടി ഇടിച്ചുകുത്തി ഒരു നല്ല മഴ പെയ്താൽ അതിൽ ഒലിച്ചു പോകാവുന്നതേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ ഏത് മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും. അതുപോലെ അവർ വേഷം കെട്ടിയാടുന്ന സിനിമകൾ. പിന്നെ നമ്മൾ ഒരു ജോഷിയെ മാത്രം കുറ്റം പറയാൻ പറ്റൂ. മലയാളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ മാസ് മസാല പടം കൊണ്ട് തിയേറ്റർ നിറയ്ക്കാൻ ഗ്യാരണ്ടിയുള്ള ഏറ്റവും സീനിയറായ സംവിധായകനാണ് ജോഷി. അതവിടെ നിൽക്കട്ടെ. ഈ കുത്തും കൂത്തും കൊല്ലും കൊലയും വെട്ടും ചതിയും ഒക്കെ നിറഞ്ഞ ഒരു മിനി അന്തേരിയാണ് ഈ അവറാൻ സിറ്റി. അവറാൻ സിറ്റി ഭരിച്ചിരുന്നത് അവറാനാണ്. പ്രായം കൂടി അവറാൻ്റെ കണ്ണിൻ്റെ കാഴ്ച അല്പം കുറഞ്ഞപ്പോൾ അവറാൻ തന്നെ ആന്റണി എന്ന യുവരാജാവിനെ അവറാൻ സിറ്റിയുടെ അവകാശിയായി പട്ടാഭിഷേകം ചെയ്തു. ആന്റണി ചെയ്യുന്നതിനൊക്കെ അവറാൻ്റെ ആശീർവാദവും അപ്രൂവലും ഉണ്ടായിരുന്നു. സാധാരണ ഇത്തരം മാസ് മസാല ചിത്രങ്ങളിൽ ഒരു യുവരാജാവും ആ യുവരാജാവിന് ഒരു ഗോഡ് ഫാദറും ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ്. അതുതന്നെയാണ് ഈ ആന്റണിയും അവറാനും തമ്മിലുള്ള ബന്ധം. ആ ബന്ധത്തിൻ്റെ ഒരു ചെറിയ ഉപ്പ് ആന്റണിയിലേക്ക് എടുത്തുകൊണ്ട് വന്നത് പൊറിഞ്ചു മറിയം ജോസ് എന്ന സിനിമയിൽ നിന്നാണ്. അവിടെ ഐപ്പ് മുതലാളിയും കാട്ടാളൻ പൊറിഞ്ചുമായിരുന്നെങ്കിൽ ഇവിടെ അവറാനും ആന്റണിയുമാണ്. രണ്ടിലും വിജയരാഘവനും ജോജു ജോർജുമായതിനാലായിരിക്കാം ആ സാമ്യത വളരെ വേഗം പ്രേക്ഷകർ ക്യാച്ച് ചെയ്യുന്നു. എന്നാൽ ഈ പൊറിഞ്ചു മറിയം ജോസ് എന്ന സിനിമയ്ക്ക് ഒരു പുതിയ ഫ്ലേവർ ഉണ്ടായിരുന്നു. മലയാളത്തിലെ മസാല ചിത്രങ്ങളിൽ അപൂർവമായി കാണുന്ന ഒരു ഫ്ലേവർ, ഒരു പുതിയ ടെംപ്ലേറ്റ്. അതിൽ ഉപ്പിട്ടാൽ കൃത്യമായിരിക്കും, അല്ലാതെ ഉപ്പിട്ടാൽ കയ്ക്കും. ആ ഒരു ചെറിയ കയ്പുണ്ട് ഈ ആന്റണിക്ക്. അടുത്ത കഥാപാത്രം ഫാദർ പോൾ കട്ടക്കയമാണ്. ആന്റണിയുടെ കിരീടവും സിംഹാസനവും അവറാൻ്റെ വകയാണെങ്കിലും ആശീർവാദവും അപ്രൂവലും ഒക്കെ അവറാൻ കൊടുക്കുന്നുണ്ടെങ്കിലും ആന്റണിയുടെ അരയിൽ ആർക്കും കാണാൻ കഴിയാത്ത ഒരു ചരട് കെട്ടിയിട്ടുണ്ട്. ആ ചരടിൻ്റെ ഒരറ്റം കിടക്കുന്നത് പള്ളിമേടയിലാണ്. ആ ചരടിൻ്റെ തുമ്പ് ഈ പറഞ്ഞ ഫാദർ പോൾ കട്ടക്കയത്തിൻ്റെ കൈകളിലാണ്. അവിടെ ഇരുന്ന് ഫാദർ ഒന്ന് വലിച്ചാൽ ആന്റണി ഒരു നല്ല കുഞ്ഞാടായി കുമ്പസാരക്കൂട്ടിലെത്തും. എന്ത് ഗൗരവമുള്ള വിഷയമായാലും ഈ ഫാദർ പോൾ കട്ടക്കയം ഒന്ന് വിളിച്ചു വരുത്തി സംസാരിച്ചാൽ തുടക്കത്തിൽ എന്തൊക്കെ എതിര് പറഞ്ഞാലും ആന്റണി അവസാനം ചോദിക്കും, ഞാനിപ്പോൾ എന്തോ വേണമെന്നാണ് നീ പറയുന്നത് എന്ന്. ഇടവക വികാരിയായാലും ആന്റണിക്ക് സ്വകാര്യമായി എടാ പോടാന്നൊക്കെ വിളിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട് ഈ പോൾ കട്ടകയത്തിന് മുന്നിൽ. കാരണം അവർ ബാല്യകാല സുഹൃത്തുക്കളാണ്. അപ്പോൾ ഈ ഫാദർ ആന്റണിയുടെ മുഖത്ത് നോക്കി പറയും, പറയാനൊന്നുമില്ല ആൻഡ്രോസെ, ഞാൻ തീരുമാനിച്ചു, നീ അങ്ങ് ചെയ്താൽ മതി. അതാണ് അവർ തമ്മിലുള്ള ഒരു ലൈൻ. ഈ പോൾ കട്ടക്കയത്തിനെ പോലെയുള്ള നിരവധി അച്ഛന്മാരെ നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ അച്ഛൻ ഒരല്പം കൂടി ഡിഫറൻ്റാണ്. തരം കിട്ടിയാൽ 2 പൂശും. 2 പൂശു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, 2 രീതിയിലും നന്നായി പൂശും. അത്യാവശ്യത്തിന് കുറച്ച് പുകയ്ക്കും വലിക്കും. അതൊക്കെ കൊണ്ടാണല്ലോ ലോഹയിട്ട ആന്റണിയും ലോഹ ഇടാത്ത ആന്റണിയും എന്ന് അടിവരയിട്ട ഡയലോഗ് എഴുതി വെച്ച് ഈ സിനിമയിലെ ഒരു വില്ലനെ കൊണ്ട് പറയിപ്പിച്ചത്. ഇവർ തമ്മിലുള്ള രംഗങ്ങളെല്ലാം കാണുന്ന നമുക്ക് മധുരം നിറഞ്ഞതാണ്. കാരണം ഈ വേഷം ചെയ്ത ചെമ്പൻ വിനോദും ജോജു ജോർജും തമ്മിലുള്ള കെമിസ്ട്രി എങ്ങനെയാണ്. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ എന്ന ഒരു പഴയ ബിജു തിരുമലയുടെ ഗാനത്തിൻ്റെ ട്രാക്കിൽ ഡാൻസ് ചെയ്ത് ചെമ്പൻ വിനോദ് കസറിയ രംഗം സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു കിടക്കും. അടുത്ത കഥാപാത്രം അന്നാമ മറിയക്കുട്ടി എന്ന പഞ്ചപാവം പെൺകുട്ടിയാണ്. വെറുതെ അടിച്ചു നനച്ച് കുളിച്ച്
അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു പാവം നസ്രാണി പെണ്ണായ അന്നാമ്മ മറിയക്കുട്ടിയിൽ നിന്നും ആൻ മറിയ എന്ന മറ്റൊരു കഥാപാത്രത്തിലേക്കുള്ള പരിണാമമാണ് ഈ സിനിമയിലെ ഒരേ ഒരു ബ്രില്യൻസ്. കല്യാണി പ്രിയദർശൻ അവതരിപ്പിക്കുന്ന ആൻ മറിയയെക്കുറിച്ച് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ കല്യാണിയെ എന്നും നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരു കുട്ടി എന്ന പരിഗണനയാണ് കാണുന്നത്. അത് പ്രിയദർശൻ്റെയും ലിസിയുടെയും മകളായതുകൊണ്ടായിരിക്കാം. നമ്മളുടെയൊക്കെ സിനിമാക്കാലം തുടങ്ങിയത് തന്നെ പ്രിയദർശൻ്റെ കാലത്താണല്ലോ. എന്നാൽ ഈ സിനിമയിൽ കല്യാണി എന്ന കുട്ടിയിൽ നിന്നും ഒരു കരിങ്കല്ല് കല്യാണിയായി കഥ മാറിയപ്പോൾ അത് കല്യാണി എന്ന നടി ഇതുവരെ കൊണ്ടു നടന്ന സേഫായ ഒരു ഇമേജിനെ തകിടം മറിക്കുന്നതായിരുന്നു. സത്യത്തിൽ അത് തന്നെ ഒരു വലിയ സാഹസമായിരുന്നു. സാഹസമായി തന്നെ അത് സൂപ്പറായി കല്യാണി ചെയ്തു. ആക്ഷൻ രംഗങ്ങൾ സമർത്ഥമായും ക്യൂട്ടായും ചെയ്തു. ഒരു ഇടിക്ക് ഒരു റാത്തൽ തൂക്കം തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇടിച്ചു. സിനിമയുടെ 16ാമത്തെ നിമിഷത്തിൽ പാദസരമൊക്കെ കിലുക്കി 16ന്റെ മുഴുവൻ മധുരവുമായി ഒരു ത്രിസന്ധിയിൽ അവറാൻ സിറ്റിയിലേക്ക് വരുന്ന നൈന ഉഷയെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. കാരണം പ്രതിഭ കൊണ്ട് നമ്മളെ ഭ്രമിപ്പിച്ച പ്രകടനമായിരുന്നു മറിയം ജോസിൽ ഈ നടിയുടേത്. ആ എൻട്രിയിൽ തന്നെ നൈന ഉഷയുടെ കണ്ണിൽ ഒരു കഥയുണ്ടെന്നും ആ കഥയിൽ ഒരു പകയുണ്ടെന്നും ഞാൻ വെറുതെ മോഹിച്ചുപോയി. മാസ് മസാല ചിത്രമല്ലേ, നമുക്കെന്തും മോഹിക്കാമല്ലോ. ആ കഥാപാത്രത്തിന് പുറകെ പിന്നീട് ഞാൻ പോയതും ആ പകയുടെ നിറം കാണാനാണ്. അവറാൻ സിറ്റിയിൽ കാലെടുത്ത് കുത്തി അവറാൻ്റെ വീട് ചോദിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് ഹരം കയറി. അവറാൻ്റെ വീട്ടിലെത്തുമ്പോൾ വിജയരാഘവൻ അവതരിപ്പിക്കുന്ന അവറാൻ്റെ വക ഒരു പഞ്ചാര ചോദ്യമുണ്ട് ഈ കൊണ്ടുവന്നവനോട്. അപ്സരസ് ആണോടാ എന്ന്. അപ്സരസ് അല്ല, മാലാഖയാണ്, മായ എന്ന മാലാഖ. അതായിരുന്നു മറുപടി. കണ്ണ് കാണില്ലെങ്കിലും ശബ്ദം കേട്ടാൽ പ്രായം വരെ കണക്ക് കൂട്ടുന്ന അവറാൻ്റെ കാര്യങ്ങൾ നോക്കാൻ വെറുതെ വന്ന ഒരു 32 വയസ്സുകാരി ഹോം നേഴ്സ് മാത്രമായിരുന്നു ഈ മായ. നായകനെ നോക്കി ഇടയ്ക്കൊന്ന് ചുണ്ടു നനയ്ക്കാനും കണ്ണ് ചുവപ്പിക്കാനും കവിള് തുടിപ്പിക്കാനും ഒപ്പം ഇരുന്ന് കുറച്ച് കള്ളു കുടിക്കാനും ഒക്കെ ഒരു കഥാപാത്രം. വെറും ഒരു ഹോം നേഴ്സ്. തിരക്കഥാകൃത്ത് കൊണ്ടുവന്നതാണ് ഈ മായയെങ്കിലും പിന്നീട് അദ്ദേഹം പോലും മറന്നുപോയ ഒരു കഥാപാത്രമായി തോന്നി ഈ കഥാപാത്രത്തെ. മറന്നുപോയെന്ന് തോന്നിയത് കൊണ്ടാവും സിനിമയുടെ ക്ലൈമാക്സിൽ വെറുതെ ഒരു തോക്കും കൊടുത്ത് പള്ളിപ്പറമ്പിലെ ശ്മശാനം മുതൽ പടം തീരുന്നതുവരെ ഒരു കാര്യവുമില്ലാതെ സംവിധായകൻ ഈ പാവത്തിനെ ഓടിച്ചത്. വന്നിറങ്ങിയപ്പോൾ കണ്ണിൽ കനലുണ്ട്, പകയുണ്ട്, കഥയുണ്ട് എന്നൊക്കെ സ്വപ്നം കണ്ട ഞാനൊരു മണ്ടൻ. നായകന്റെ ബിൽഡപ്പിന്റെ വോൾട്ടേജ് കൂട്ടാൻ ഇതുപോലെ ചില കഥാപാത്രങ്ങളെ കെട്ടിയൊരുക്കി കൊണ്ടുവന്ന് നിർത്തുന്നത് ഒരു പരമ്പരാഗത സമ്പ്രദായമാണെന്ന് ഞാനും മറന്നുപോയി. ചില നായകന്മാർ ഒരു പെണ്ണിനെയും അങ്ങോട്ട് കയറി പ്രേമിക്കില്ല. അതൊക്കെ പണ്ടത്തെ പ്രേം നസീറിന്റെ കാലം. ഇക്കാലത്ത് സ്ത്രീ ശാക്തീകരണമൊക്കെ പ്രസംഗിക്കുകയും വേണം. നായകന്റെ പിന്നാലെ ഒരു സിനിമയിൽ ചുരുങ്ങിയത് ഒരു 3-4 പെണ്ണുങ്ങൾ രാപ്പകൽ നടന്ന് ചെരുപ്പ് തേയിക്കുകയും വേണം. എന്നാലേ നായകൻ ഒരു ഗുമ്മുള്ളൂ. ആ സമ്പ്രദായത്തിൽ മറ്റൊരു കഥാപാത്രം കൂടിയുണ്ട് ഈ സിനിമയിൽ. നമ്മുടെ ആൻ മരിയ പഠിക്കുന്ന സ്ഥാപനത്തിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഒരു പ്രിയമത ടീച്ചർ. നമ്മുടെ നായകന് എനർജി ബൂസ്റ്റർ കൊടുക്കാൻ സംവിധായകൻ നിർദ്ദേശിച്ച എല്ലാ ഭാവവും വികാരവും വൃത്തിയായും വെടിപ്പായും പ്രകടിപ്പിച്ചു എന്ന് ഈ വേഷം ചെയ്ത ജുവൽ മേരി എന്ന നടിക്ക് അഭിമാനിക്കാം. അതും ഇല്ല കലാഭവൻ മണി പറഞ്ഞതുപോലെ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നായകനെ ആശാൻ ആശാൻ എന്ന് വിളിച്ച് സദാസമയവും ഒപ്പം നടക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഈ സിനിമയിൽ. ഓരോരുത്തർക്കും ഇതുപോലെയുള്ള ഒരു 10 പടത്തിനുള്ള തടിയും തൂക്കവും ഒക്കെ ഉണ്ട്. അവരെക്കുറിച്ചൊന്നും 1, 2, 3 എന്ന് എണ്ണിക്കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ടിനി ടോം അവതരിപ്പിച്ച വെടക്ക് സേവ്യർ, അപ്പാനി ശരത്തിന്റെ കീച്ചേരി സൈമൺ, ജിനു ജോസഫിന്റെ ലോറൻസ് കളമ്പുകാട്ടിൽ, ശ്രീകാന്ത് മുരളിയുടെ CI പ്രമോദ് എന്നിവരൊക്കെ ഒരു ഓക്കെ ഫീലാണ്. വൃത്തിയായി ചെയ്തു. ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരാളുണ്ട്, ജെസ്സി എന്ന വേഷം ചെയ്ത ആശാ ശരത്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ആരും നിരാശപ്പെടുത്തിയില്ല. സിനിമയുടെ ഏറ്റവും ദുർബലമായ മേഖല വില്ലന്റെ ഭാഗമാണ്. മുക്കിന് കൃത്യമായി വില്ലന്മാർ ഒത്തിരിയുള്ള സിനിമയാണിത്. നായകൻ വന്ന് നിന്ന് കൂളായി അങ്ങനെ അങ്ങ് ചെയ്തേക്കണം എന്ന് പറയുമ്പോൾ ഇല്ലെങ്കിലോ എന്നൊക്കെ മസിൽ പിടിച്ച് നിന്ന് പറയുന്ന വില്ലന്മാരെയാണ് ഈ സിനിമയിൽ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ നായകൻ ഒരു തോട്ടായി എടുത്ത് കാണിച്ചാൽ, അല്ല വേണ്ട, ഒരു പൊട്ടാഷ് എടുത്ത് വെച്ച് തീപ്പെട്ടി ഉരച്ചാൽ മൂത്രം മുള്ളുന്ന വില്ലന്മാരാണ് ഈ സിനിമയിൽ മൊത്തം ഉള്ളത്. അത്തരം വില്ലന്മാരെ വെച്ചൊന്നും ഒരു മസാലപ്പടം മുന്നോട്ട് പോകില്ല എന്ന് നന്നായി അറിയാവുന്ന സംവിധായകനാണ് നമ്മുടെ ജോഷി. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ എന്ത് കരുതും? അങ്ങനെ വരുന്ന വില്ലന്മാരെല്ലാവരും ഇങ്ങനെ മൂത്രം മുള്ളി പേടിച്ച് പരിയമ്പറം തോറും നടക്കുമ്പോൾ അവസാനം ഒരു കിണ്ണം കാച്ചിയ വില്ലൻ വരും എന്നൊരു പ്രതീക്ഷ സ്വാഭാവികമായും നമ്മൾക്കുണ്ടാകും. അങ്ങനെ പ്രതീക്ഷിച്ചതാണ് ഈ സിനിമയ്ക്ക് പറ്റിയ ഒരേ ഒരു കുഴപ്പം. ആ കുഴപ്പത്തെപ്പറ്റി അധികം ഞാൻ പറയുന്നില്ല. ഒരു മുട്ടൻ
വെറും ബിൽഡപ്പ് നൽകിയാണ് ആന്റണിയെ ജോഷി സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ബിൽഡപ്പ് എല്ലാം കാണുമ്പോൾ കിലുക്കത്തിൽ ഇന്നസെന്റ് പറയുന്നത് പോലെ ഇതൊക്കെ കുറെ ഞാൻ കണ്ടതാ. എന്നാൽ ബിൽഡപ്പിന് പിന്നാലെ നായകൻ ജോജു ജോർജ് വന്നപ്പോൾ അത് ഏതാണ്ട് 1.5 വരവായിരുന്നു. ബിൽഡപ്പിനേക്കാൾ മുന്തിയ ബിൽഡപ്പ്. മലയാളത്തിൽ മധുസാറിനെ പോലെയുള്ള നടന്മാർ കഴിഞ്ഞാൽ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണികളെ ഫീൽ ചെയ്യിക്കാൻ കഴിയുന്ന നടനാണ് ജോജു ജോർജ്. മധുസാറിന്റെ ഒരു ചെറിയ നിഴൽ ജോജുവിൽ ചില അവസരങ്ങളിൽ നമുക്ക് ഈ സിനിമയിൽ കാണാനും കഴിയും. ജോജു സ്ക്രീനിൽ വന്നാൽ അത് ഏത് അപ്രധാന രംഗമായാലും മറ്റെല്ലാവരും അപ്രസക്തമാകുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. ആശാൻ എന്നുകൂടി വിളിപ്പേരുള്ള ആന്റണിയുടെ വരവിന് ഒരു വെടിവഴിപാടും നടത്തിയാണ് സിനിമ തുടങ്ങുന്നത്. ഒരു മാസ് മസാല ജോഷി പടത്തിന് ആവശ്യം വേണ്ട തുടക്കം. ആ തുടക്കം മുതൽ ജനം അങ്ങനെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്നത് ജോഷി എന്ന സംവിധായകൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഫ്രെയിമും ഷോട്ടും കണ്ട് കണ്ണെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്നാൽ ജോഷിയെ പോലെയുള്ള സംവിധായകർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നായകനെ ശക്തനാക്കുന്നത് എപ്പോഴും വില്ലന്മാർ തന്നെയാണ്. ഈ സിനിമയിൽ നിരവധി വില്ലന്മാരുണ്ട്. എന്നാൽ ഒന്നും വകയ്ക്ക് കൊള്ളരുതാത്ത വില്ലന്മാരായിപ്പോയി. സത്യത്തിൽ ഒരാൾ കഥയിൽ വില്ലനാകുന്നത് മസിലും പെരുപ്പിച്ച് കുറെ പേരെ ഇടിച്ചു നിരത്തിയിട്ടല്ല. വില്ലൻ നായകനെ തകർക്കാനായി അവതരിച്ചവനായിരിക്കണം. വില്ലന്റെ വരവിൽ ആദ്യം നായകനൊന്ന് തളരണം. അങ്ങനെ നായകൻ തളരുന്ന ചില മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരുടെ മുന്നിലാണ് തളരുന്നത്? അവർ തന്നെയല്ലേ സിനിമയിലെ വില്ലൻ. അങ്ങനെ ആ ഭാവത്തിലും സ്ഥാനത്തിലും എത്താൻ യോഗ്യതയുള്ള ഒറ്റ കഥാപാത്രം മാത്രമാണ് ഈ സിനിമയിലുള്ളത്. അത് മറ്റാരുമല്ല, കല്യാണി അവതരിപ്പിച്ച ആൻമരിയ എന്ന കഥാപാത്രമാണ്. നായകൻ തളരുന്നതും പിന്നെ സടകുടഞ്ഞുണരുന്നതും വരുതിയിലാക്കുന്നതുമെല്ലാം ഈ ആൻമരിയെ തന്നെയാണ്. സിനിമയെ ലിഫ്റ്റ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് ആന്റണിയും ആൻമരിയയും തമ്മിലുള്ള റിലേഷനും അവർ ചേർന്നുള്ള രംഗങ്ങളുമാണ്. ഡസൻ കണക്കിന് വില്ലന്മാരിൽ ഒരാൾക്ക് പോലും ഈ സിനിമ ഒരു നിമിഷം പോലും കയ്യിലെടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ആൻമരിയ എന്ന കഥാപാത്രം ആന്റണിയുടെ സംരക്ഷണയിലെത്തുന്ന നിമിഷമാണ് ഈ സിനിമയുടെ ടേണിംഗ് പോയിന്റ്. സത്യത്തിൽ അതിന് കാരണക്കാരനാകുന്നത് കീച്ചേരി സൈമൺ എന്ന കഥാപാത്രമാണ്. അതുകൊണ്ട് തന്നെ തിരക്കഥയിൽ ഈ കീച്ചേരി സൈമണ് ഒരു പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടോ ആ പ്രാധാന്യം സിനിമയിലുണ്ടായില്ല. വെറുമൊരു പെൺകുട്ടി പരസ്യമായി നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഒരുത്തനെ തൂക്കിയെടുത്ത് നിലത്തടിച്ചാൽ പിന്നെ അവൻ എന്ത് അഭ്യാസം കാണിച്ചാലും നമ്മുടെ മുന്നിൽ ഏൽക്കില്ല. നമ്മൾ അവൻ്റെ കൂടെ നിൽക്കില്ല. സിനിമയും അതിനപ്പുറം പോകില്ല. ജോജു ജോർജ്, വിജയരാഘവൻ, ചെമ്പൻ വിനോദ്, കല്യാണി, നൈന ഉഷ എന്നീ 5 പേരുടെ കൈകളിലാണ് സിനിമ. ഇവരഞ്ചും അവരുടെ വേഷങ്ങൾ തകർത്ത് അവതരിപ്പിച്ചു. എടുത്തു പറയേണ്ട വേഷം വിജയരാഘവന്റെ അവറാൻ തന്നെയാണ്. പ്രഡിക്റ്റബിൾ ആണ് തിരക്കഥ എന്നൊരു ന്യൂനത വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതെങ്കിലും ഒരു സസ്പെൻസ് നിലനിർത്തി പ്രേക്ഷകരെ ശ്വാസം മുട്ടിക്കണമെന്ന് ഒരിക്കലും ഈ തിരക്കഥ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ സസ്പെൻസിന് വലിയ പ്രാധാന്യമില്ലാത്ത ഒരു ട്രാക്കിൽ കൂടിയാണ് ഈ സിനിമയുടെ പോക്ക്. അതുപോലെ തന്നെ നാച്ചുറലായി കടന്നു വരുന്ന സെന്റിമെന്റ്സ് മാത്രമേ ഈ സിനിമയിലുള്ളൂ. പ്രേക്ഷകരെ കണ്ണ് നനയിക്കാനും മൂക്ക് ചീറ്റിക്കാനും ഒന്നും ഈ സിനിമ ശ്രമിക്കുന്നതേയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ സിനിമ ഒറ്റത്തവണ കാണാൻ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. മുടക്കുന്ന കാശിനും നമ്മൾ ചിലവാക്കുന്ന സമയത്തിനും മുതലാകുന്ന ഒരു സിനിമ. തീർച്ചയായും നിങ്ങൾക്ക് കുറ്റം പറയാൻ കഴിയാത്ത വിധം ഇഷ്ടമാകും ഈ സിനിമ. ജീവിതം തകർന്നു പോകുന്നവരെല്ലാം മീശയും പിരിച്ച് ഗുണ്ടകളായി മാറുന്ന മലയാള സിനിമാക്കാലം സിനിമ ഉണ്ടായ കാലം മുതൽ തുടങ്ങിയതാണ്. അത് അവസാനിക്കാതെ ഇപ്പോഴും തുടരുന്നു. ഈ സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും പിന്തുണയ്ക്കുക. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് നാളെ ഈ സമയത്ത് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്മകൾ.